പിഴച്ചതെവിടെയെന്ന് ഇംഗ്ലീഷ് കോച്ച് ടുഷേലിന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. കൊന്നിട്ട് പോകുമ്പോൾ ജീവൻ പോയി ഉറപ്പാക്കാൻ വിട്ടുപോയതാണോ? പെനാൾട്ടി ബോക്സിന് മുന്നിൽ മെസ്സിയെ നിലയുറപ്പിക്കാൻ അനുവദിക്കാതിരുന്നതുവരെ അയാൾ ജയിച്ചതാണ്. പിറകോട്ടാഞ്ഞവന് അവിടെ എന്താണ് പണിയെന്ന് ചികയാഞ്ഞെടുത്ത് തോറ്റു തുടങ്ങി. ഇടത് മൂലയിലൂടെ ഇംഗ്ലീഷ് ചാനലിലേക്ക് അയാൾ ഒരു തുരങ്കം പണിതു. ആക്രമണം വരുന്ന ദിക്കറിയാതെ എതിരാളികൾ പരക്കം പാഞ്ഞു. പാസും ക്രോസുമേറ്റ് ഇംഗ്ലീഷ് മതിലിൽ തുളകൾ വീണുകൊണ്ടേയിരുന്നു. ആ തുളകളിലൂടെ എൻസോയും നിക്കോയും അവസാനം ലൗതാരോയും തീയുണ്ടകളെയ്തു. 85-ലും പിന്നെ 92-ലും ഇംഗ്ലീഷ് പല കത്തിയമർന്നു. ഗോളിലേക്ക് വഴി തുറന്ന 2 അസിസ്റ്റുകളും ഇംഗ്ലീഷ് പ്രതിരോധത്തെ ചിഹ്ന ഭിന്നമാക്കിയ 9 ഡ്രിബിളുകളും 59 കൃത്യതയാർന്ന പാസുകളും. കരിയറിൽ ആദ്യമായി ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനിറങ്ങിയവൻ വാരിക്കൂട്ടിയ സമ്പാദ്യം. ആകാശത്തിന് ചുവട്ടിൽ ഏതു മണ്ണും നാടും അയാൾക്ക് സമം. 8 ഗോളിനൊപ്പം 4 അസിസ്റ്റുകളും കൂട്ടിച്ചേർത്ത് മെസ്സി കലാശപ്പോരിലേക്ക് കാലെടുത്തു വെക്കുന്നു. ഗോൾ എണ്ണത്തിൽ തുല്യാവകാശവാദവുമായി എംബാപ്പെ മറ്റൊരിടത്ത് ലൂസേഴ്സ് ഫൈനലിനിറങ്ങും. ഗോൾഡൻ ബൂട്ടിനുള്ള അവകാശപ്പോരിൽ 39-കാരനെ വെല്ലാൻ എംബാപ്പെ അത്ഭുതങ്ങൾ കാണിക്കണം.